അബ്രോഡ് മൈഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് കൺസേൺസ് ആണ്. ഈ എന്താണ് PCC? അതെ. അതെങ്ങനെ അപ്ലൈ ചെയ്യണം? അതെ. അതെങ്ങനെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്? ഉം. അപ്പോൾ ഈ എബ്രോഡ് ഇപ്പോൾ വർക്കിനായാലും സ്റ്റഡിക്കായാലും അല്ലാതെ PR ഒക്കെ അപ്ലൈ ചെയ്യാൻ നിൽക്കുമ്പോൾ ഈ PCC എന്നൊരു കേസ് വന്നിട്ട് ഒരുപാട് പേര് കൺഫ്യൂഷൻ അടിച്ച് നിൽപ്പുണ്ട്. അതെ, അതെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതെ. അപ്പോൾ എന്താണ് PCC? PCC എന്ന് പറയുന്നത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ വേറൊരു കൺട്രിയിലേക്ക് പോയിട്ടുണ്ട്, അവിടെ വർക്ക് ചെയ്യാനോ സ്റ്റഡി ആയിട്ടോ ഒക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എക്സിറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നുമില്ല, ക്യാരക്ടർ ഗുഡ് ആണ്, അതുപോലെ തന്നെ നമുക്ക് അവിടെ പെൻഡിങ് ബിൽസ് കാര്യങ്ങളൊന്നുമില്ല എന്ന് തെളിയിക്കുന്ന ഇമിഗ്രേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള ഒരു പേപ്പറാണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അഥവാ PCC. ഓക്കെ. അതെ. ഇപ്പം എന്തിനൊക്കെയാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്? വെച്ചാൽ നമുക്കിപ്പോൾ സ്റ്റഡി അബ്രോഡിനായാലും അതേപോലെ തന്നെ സ്പൗസിനെ കൊണ്ടുള്ള വിസയ്ക്ക് ആയാലും നമ്മുടെ ജോബ് വിസ ആയാലും ഒക്കെ നമുക്ക് PCC ആവശ്യമുണ്ട്. ഓക്കെ. ഇപ്പോൾ ഇന്ത്യൻ PCC ഉണ്ട്, എബ്രോഡ് PCC ഉണ്ട്. ഇതിൻ്റെ ഡിഫറൻസ് എന്താണ്? ഓക്കെ, ഇന്ത്യൻ PCC എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം ഹോം കൺട്രിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. അത് നമുക്ക് SP ഓഫീസിലോ അടുത്തുള്ള പാസ്പോർട്ട് സേവ ഓഫീസിലൊക്കെ പോയിട്ട് ഡയറക്റ്റായിട്ട് ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ കണക്ട് ചെയ്താലും മതി, നമുക്ക് ഗൈഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അതുപോലെ നമുക്ക് എബ്രോഡ് PCC എന്ന് പറയുമ്പോഴത്തേക്കും മെയിനായിട്ട് നമ്മൾ പുറത്ത് ഗൾഫ് കൺട്രീസ് ആയിക്കോട്ടെ, യൂറോപ്യൻ കൺട്രീസ് ആയിക്കോട്ടെ, അവിടെയൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഒരു പേപ്പർ തന്നെയാണ്. ഓക്കെ. ഇപ്പോൾ എബ്രോഡ് കൺട്രീസ് എന്നൊക്കെ PCC എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രൂവേ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ട്രൂവേ സംബന്ധിച്ചിടത്തോളം ട്രൂവേ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് അതാണ് മെയിൻ തിങ്. കാരണം നമ്മളൊരു എൻക്വയറി ഇവിടെ വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അത് എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോളോ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫ് വളരെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. ഏതൊക്കെ കൺട്രീസ് നിന്നാണ് കറന്റ് ഇപ്പോൾ നമ്മൾ ട്രൂവേ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത്? ട്രൂവേ 40+ കൺട്രീസുകൾക്ക് ഇപ്പോൾ PCC കൊടുക്കുന്നുണ്ട്. നമ്മൾ പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് പല കൺട്രീസിലോട്ടും. സോ അത്രയും കൺട്രീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. 40+ കൺട്രീസിൻ്റെ ലിസ്റ്റ് നമ്മുടെ അവൈലബിൾ ആണ്. അതെ, അതെ. അതെ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന കൺട്രീസ് ഏതൊക്കെയാണ്? മെയിനായിട്ട് നമുക്ക് കൂടുതൽ ട്രാവൽ ചെയ്യുന്നതും വർക്ക് ചെയ്യാൻ പോകുന്നതും ഗൾഫ് കൺട്രീസിലോട്ടാണ്. അപ്പോൾ കുവൈറ്റ് ഉണ്ട്, ഒമാൻ, സൗദിയൊക്കെ നമുക്ക് ഒത്തിരി കോൾസ് വരുന്നതാണ്. അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. നമുക്കിതിപ്പോൾ ഓരോരോ കൺട്രീസിലും ഓരോ പ്രൊസീജിയേഴ്സ് ആയിരിക്കും. അതെ, അതെ. ഓരോ കൺട്രീസിനെ കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് ഷുവർ. ഇപ്പോൾ ഒമാനിൽ വർക്ക് ചെയ്ത ഒരാൾ എബ്രോഡ് മൈഗ്രേഷൻ ചെയ്യാൻ പോവാണ്, അവർക്ക് എങ്ങനെയായിരിക്കും? ഒമാനും വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. അതും ഒരു 2 or 3 വർക്കിംഗ് ഡേയ്സ് മതി ഒമാൻ PCC എടുക്കാൻ. അവരുടെ പതാക അഥവാ ഒമാൻ സിവിൽ ഐഡിയും പാസ്പോർട്ടിൻ്റെ കോപ്പി ഇത്രയും മതി. പിന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടെ വേണം. എത്ര ദിവസം എടുക്കുന്നത്? ഇതൊരു 2 വർക്കിംഗ് ഡേയ്സിലുള്ള സോഫ്റ്റ് കോപ്പി കിട്ടും. അതോടൊപ്പം തന്നെ നമുക്ക് ഒമാൻ കോൺസുലേറ്റിൽ നിന്ന് അവർക്ക് അപ്പോസ്റ്റൽ ചെയ്ത PCC വേണമെങ്കിൽ അതും നമ്മൾ ചെയ്ത് കൊടുക്കും. അതെ, അതിന് സെപ്പറേറ്റ് കോസ്റ്റ് ഉണ്ട്. നമ്മൾ ഇൻഫോം ചെയ്യും എത്രയാണെന്നുള്ളത്. കോമൺ ആയിട്ട് വരുന്ന ഡൗട്ട്സ് എന്തൊക്കെയാണ് ഒമാൻ PCCയുടെ കേസിൽ മിക്കവർക്കും വരുന്ന ഡൗട്ട്, വിസിറ്റ് വിസ എടുത്തവർക്ക് PCC കിട്ടുമോ? അപ്പോൾ ജനറലി ഇപ്പോൾ വിസിറ്റ് വിസ എടുക്കുന്നവർക്ക് ഒരു PCC കൊടുക്കുന്നില്ല. പക്ഷെ നമുക്ക് അല്ലാതെ വർക്ക് വിസ അതുപോലെ സ്പോസ് വിസയിലൊക്കെ പോയിട്ടുള്ളവർക്ക് എന്തായാലും PCC കിട്ടും. ഓക്കെ. അപ്പോൾ ഇതാണ് ഒമാൻ PCC. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് PCCയെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ കമൻസിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളുടെ കമൻസ് വെച്ചിട്ട് ഞങ്ങൾ അതിനെക്കുറിച്ചിട്ട് പുതിയ വീഡിയോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആ ഡൗട്ടുകൾ നമുക്ക് ക്ലിയർ ചെയ്യാം. പിന്നെ അതിൻ്റെ കമൻറ്റും റിപ്ലൈ ആയിട്ട് തരാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം, വീഡിയോയുടെ എന്തെങ്കിലും മെൻഷൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് നമ്മളെ എനി ടൈം കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനി ടൈം മീൻസ് വർക്കിംഗ് ടൈമിൽ മോർണിംഗ് 9:30 to 6 ആണ് ഞങ്ങളുടെ വർക്കിംഗ് ടൈം വരുന്നത്. അല്ലാത്ത ടൈം നിങ്ങൾക്ക് മെസ്സേജ് ഇട്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രീ ആവാനുള്ള